Today we are going to study Unit 6, Unit 7 and Unit 8 of BSOE 144, Reading Ethnography. അപ്പോൾ യൂണിറ്റ് 6, 7, 8 ഈ മൂന്നും കേസ് സ്റ്റഡീസാണ്. മാലിനോസ്കി അതുപോലെ മാർഗരറ്റ് മെയ്ഡ്, എൻ ശ്രീനിവാസ് ഇവർ നടത്തിയ പഠനങ്ങളുടെ എത്തനോഗ്രാഫിക്കൽ വർക്കിൻ്റെ ആ കേസ് സ്റ്റഡീസിൻ്റെ അന്തർധാരയാണ് ഈ മൂന്നെണ്ണത്തിലും ഉള്ളത്. അപ്പം ആദ്യമായിട്ട് നമുക്ക് യൂണിറ്റ് 6ലേക്ക് കടക്കാം. അറഗോണറ്റ്സ് ഓഫ് ദ വെസ്റ്റേൺ പസഫിക്, ബി മാലിനോസ്കി. അപ്പം ഇത് ഇത്തിരി സ്പീഡിൽ പോകണം, എന്നാലേ മൂന്ന് കാര്യങ്ങളും പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. അപ്പം ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇൻ ദിസ് യൂണിറ്റ് വി ഷാൽ അണ്ടർടേക്ക് എ സ്റ്റഡി ഓഫ് ദ Trobriand Islanders, Trobriands of now modern Papua New Guinea. This is the classic monograph authored by B. Malinowski entitled Argonauts of the Western Pacific, an account of native enterprise and adventure in the archipelagus of Melanesian New Guinea. This is first published in 1922. But Trobriand society is one of the holy places in the anthropological cosmography. ആന്ത്രപ്പോളജിക്കൽ കോസ്മോഗ്രഫിയിലെ ഒരു ഹോളി പ്ലേസസ് എന്ന് തന്നെ പറയാം ടോർബിറൻറ്റ് സൊസൈറ്റീനെ. അതുകൊണ്ട് വിത്ത് മാലിനോസ്കി ഫസ്റ്റ് പുട്ടിങ് ഇറ്റ് ഓൺ ദ ആന്ത്രപ്പോളജിക്കൽ മാപ്പ്. ആന്ത്രപ്പോളജിക്കൽ മാപ്പിൽ അതിൽ സ്ഥാനം കൊടുത്തത് ആദ്യമായിട്ട് മാലിനോസ്കിയാണ്. ദ ട്രോബിഡൻസ് കോംപ്രമൈസ് മെയിൻലി 4 ഐലൻഡ്സ്. ഇനി ട്രോബിഡൻസ് എന്ന് പറയുന്നത് ഉൾക്കൊള്ളുന്നത് 4 ഐലൻഡുകളാണ്. കിർവീന, കിറ്റ്വിയ, വങ്കുട്ട ആൻഡ് കലീന ഓഫ് ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ന്യൂ ഗിനിയ, which was first colonized by Great Britain, then came under the subjugation of Australia and finally became part of അവിടുത്തെ ആളുകളുടെ ഇടയിൽ ഐലൻഡിൽ താമസിച്ചിട്ട് വാച്ചിങ് ദം ഡെയിലി ആയിട്ട് വർക്ക് ആൻഡ് പ്ലേ, അവരുടെ ജോലിയും കളികളിലും എല്ലാം എല്ലാ ദിവസവും അത് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരുന്നു. കോൺവേഴ്സിങ് വിത്ത് ദം ഇൻ ദെയർ ഓൺ ടങ്, അവരുടെ തന്നെ ഭാഷയിൽ അവരോട് സംസാരിച്ച്, അവരുടെ ഭാഷ അദ്ദേഹം ആദ്യം പഠിച്ചെടുത്ത് അതിനുശേഷം അവരുടെ ഭാഷയിൽ തന്നെ അവരോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്ത് ഡിറൈവിങ് ഓൾ ഹിസ് ഇൻഫോർമേഷൻ ഫ്രം ദ ഷുവറസ്റ്റ് സോഴ്സസ്, പേഴ്സണൽ ഒബ്സർവേഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് മെയ്ഡ് ടു ഹിം ഡയറക്ട്ലി ബൈ നേറ്റീവ്സ്. അവിടുത്തെ ആ നേറ്റീവ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് നേരെ തന്നെ ചോദിച്ച് അവരുടെ തന്നെ ഭാഷയിൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് വേറെ ഒരു ഇന്റർപ്രിറ്ററുടെ ഒരു സഹായവും കൂടാതെ അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ പ്രതികരണങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ച് ശരിക്കും മനസ്സിലാക്കി നല്ല ലെൻസ് കണ്ണുകളോടുകൂടി തന്നെ എല്ലാം അവരുടെ പ്രതികരണങ്ങളെല്ലാം ശ്രദ്ധിച്ച് റെക്കോർഡ് ചെയ്ത് ടെക്സ്റ്റാക്കി അദ്ദേഹത്തിന്റെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോയി. മാലിനോസ്കിസ് വർക്ക് എസ്റ്റാബ്ലിഷ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഫോർ ആന്ത്രപ്പോളജിക്കൽ ഫീൽഡ്. അപ്പൊ മാലിനോസ്കി വർക്ക് എസ്റ്റാബ്ലിഷ്ഡ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ാണ് അദ്ദേഹത്തിന്റെ മെത്തേഡിൽ യൂസ് ചെയ്തത്. അതായത് ഫീൽഡിൽ പോയിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് അവരെ മനസ്സിലാക്കുക എന്നുള്ള ആ രീതി. ഹെൻസ് ഫോർ ഡാറ്റ കളക്ഷൻ റിസർച്ചേഴ്സ് observation and long-term involvement with the community life and participation in the cultural events become important. അപ്പോൾ ഫോർ ഡാറ്റ കളക്ഷൻ റിസർച്ചിന് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അത് നേരിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അവിടെ തന്നെ അവരിൽ ഒരാളായി നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കളക്ട് ചെയ്യുക എന്നുള്ള ആ ഒരു മെത്തേഡ്. ഇൻ ദിസ് യൂണിറ്റ് വി വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എത്തനോഗ്രാഫിക് മെത്തേഡ് ആൻഡ് practices primarily through the work of Bronzino Malinowski. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ കാണാൻ പോകുന്നത് എത്തനോഗ്രാഫിക് മെത്തേഡ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്തതെന്ന്. മാലിനോസ്കി പറഞ്ഞ ഫീൽഡ് വർക്ക് കറക്റ്റ് ഫോമിൽ അദ്ദേഹം ചെയ്യണ്ടായി, അതെങ്ങനെയാണെന്നാണ് നമുക്ക് ഈ സ്റ്റഡിയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ദ മെയിൻ ഫോക്കസ് ഓഫ് മാലിനോസ്കിസ് ബുക്ക് ഈസ് ദ റിമാർക്കബിൾ സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് ലോക്കലി കോൾഡ് കുല എമംഗ് ദ ടോർബിറൻറ്റ് ഐലൻഡ്സ്, which is economic or commercial only in part and which also examines the motives and feelings underlying this
with the magic playing a very important role in it. അപ്പോൾ the main focus of Malinowski's book, മാലിനോസ്കിയുടെ ഈ ബുക്കിലെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ റിമാർക്കബിൾ സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച്, അവിടുത്തെ ഉള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു എക്സ്ചേഞ്ച് സിസ്റ്റത്തിനെയാണ് കൂടുതൽ എടുത്തു കാണിക്കുന്നത്. ലോക്കലി കോൾഡ് കുല, അതിന് സാധാരണ അവരുടെ പ്രാദേശിക ഭാഷയിൽ കുല എന്നാണ് പറയണത്. എമംഗ് ദ ടോർബുലൻസ് ഐലൻഡ്സിലുള്ള ആളുകളുടെ ഒരു എക്സ്ചേഞ്ച് സിസ്റ്റമാണ് വിച്ച് ഈസ് എക്കണോമിക് ഓർ കമേഴ്ഷ്യൽ. അത് എക്കണോമിക് ആകാം അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ആകാം, ഓൺലി ഇൻ പാർട്ട്. എക്കണോമിക്കോ കമേഴ്ഷ്യൽ എന്നുള്ള ഒരു ഭാഗം മാത്രമാണ്. ആൻഡ് വിച്ച് ഓൾസോ എക്സാമിൻസ് ദ മോട്ടീവ്സ് ആൻഡ് ഫീലിങ്സ് അണ്ടർലൈങ് തിങ്. അതിൻ്റെ അടിയിൽ അകത്ത് ഉള്ള മോട്ടീവ്സ്, ലക്ഷ്യവും ഫീലിങ്സും ഒക്കെ എന്താണെന്ന് പരിശോധിക്കുക. അതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ഒരു കുല എന്നുള്ള പേരിൽ ഒരു റിമാർക്കബിൾ സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് അവിടെ നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ മോട്ടീവ്സ് ആൻഡ് ഫീലിങ്സ് അണ്ടർലൈങ് ദിസ് എന്താണെന്ന് മനസ്സിലാക്കുക. വിത്ത് മാജിക് പ്ലേയിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇറ്റ്. അപ്പൊ ആ ഐലൻഡിലെ ആളുകളുടെ ഏത് കാര്യമായിട്ട് ബന്ധപ്പെടുത്തെടുത്താലും അവിടെ മാജിക്കും അവർ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ വിത്ത് മാജിക് പ്ലേയിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇറ്റ്. കുല സിസ്റ്റത്തിലും ഇതുപോലെ മാജിക്കിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. This unit explains the method used in collecting the ethnographic material, the duties of an ethnographer, the mental charts that have to be calculated and formed to bring out the various realities of communities and interrelationship, in particular in the trade practices, economic activities, political behavior, and the importance of myths and legends which come out in various coastal population in South Sea Islands. അപ്പോൾ ഈ യൂണിറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ മെത്തേഡ്സ് ആണ്. എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്തിരുന്നത്, കളക്ടിങ് ദ എത്തനോഗ്രഫിക് മെറ്റീരിയൽസ്, അവിടെ ഇടപെട്ടിട്ട് അവിടെയുള്ള എത്തനോഗ്രഫിക് മെറ്റീരിയൽസ് എങ്ങനെയാണ് ഒരു എത്തനോഗ്രാഫർ കളക്ട് ചെയ്യേണ്ടത്, അയാളുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ് എന്നൊക്കെ ഈ മാലിനോസ്കി തന്റെ വർക്കിൽ കൂടി തന്റെ പ്രവൃത്തിയിൽ കൂടി കാണിച്ചു തരുന്നുണ്ട്. യൂണിറ്റ് ഓൾസോ എക്സ്പ്ലെയിൻസ് ഹൗ ആൻ എത്തനോഗ്രാഫർ ഹാസ് ടു ഡു ദ പ്രൊഫൈലിംഗ് ആൻഡ് ഡിപിക്ഷൻ ഓഫ് ദ ഇൻഹാബിറ്റൻസ് അക്കോർഡിംഗ് ടു ദ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ. ആ ജിയോഗ്രഫിക്കൽ ലൊക്കേഷന് അനുസരിച്ച് അവിടെ താമസിക്കുന്ന ആളുകളുടെ രീതികളെ ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ്, ഒരു എത്തനോഗ്രാഫർ എങ്ങനെയെല്ലാം ചിത്രീകരിക്കണം, അതും ഇതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. In this unit, through an explanation of a particular cultural practice, a clear distinction is made between the data which is collected through a direct involvement and participation and the one collected through other means and sources. In this quest underlines the assertion that researchers' honest exposition is essential to capture these details in the ethnographic studies. Ethnographic studies-ൽ എത്തനോഗ്രാഫേഴ്സ് യൂസ് ചെയ്യണ ഈ കാര്യങ്ങളെല്ലാം അത് വളരെ സത്യസന്ധമായിരിക്കണം. അത് അറിയാനുള്ള ഏറിയ ദാഹത്തോടു കൂടി അത്ര അത്യാഗ്രഹം ഉണ്ടായിരിക്കണം മനസ്സിൽ. നമുക്ക് അവരെക്കുറിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമായിരിക്കണം. അപ്പൊ അത് ശരിക്ക് ഗ്രാസ്പ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ദ സബ്ജക്ട് ആൻഡ് മെത്തേഡ്സ് ഓഫ് ദിസ് എൻക്വയറി. ദ കോസ്റ്റൽ പോപ്പുലേഷൻ ഓഫ് ദ സൗത്ത് സീ ഐലൻഡ്സ് വിത്ത് വെരി ഫ്യൂ എക്സെപ്ഷൻസ് ആർ ഓഫ് വെയർ ബിഫോർ ദർ എക്സ്റ്റിങ്ഷൻ, എക്സ്പെർട്ട് നാവിഗേറ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ്. ഇതൊക്കെ നിങ്ങൾ തന്നെ വായിച്ചെടുത്താണ്. എടുത്താൽ മതി. ആ ഭാഗത്തിന്റെ വിവരണമാണ്, എവിടെയാണ് ഐലൻഡ് സ്ഥിതി ചെയ്യണ ആ ഐലൻഡിന്റെ വിവരണമൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് തന്നെ സെൽഫ് റീഡിങ് മതിയാവും. അതിനെ വളരെ നന്നായിട്ട് തന്നെ അതിന്റെ ഓരോ ലൊക്കാലിറ്റിയും അതിന്റെ അതിർത്തികളും ഒക്കെ ഇവിടെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. The method of reducing information, if possible, into charts or synoptic tables ought to be extended to the study of practically all aspects of native life. All types of economic transaction may be studied by following up connected actual cases and putting them into a synoptic chart. Again, a table ought to be drawn up all the gifts and presents customary in a given society. A table included the sociological, economic, ceremonial and economic definition of every item. അപ്പൊ എല്ലാ കാര്യത്തിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് ടേബിളിന്റെ സഹായത്തോടുകൂടി തന്നെ എല്ലാം ക്ലാസിഫൈ ചെയ്ത് വ്യക്തമായിട്ടാണ് അദ്ദേഹത്തിന്റെ കേസ് സ്റ്റഡിയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ദ കൺട്രി ആൻഡ് ഇൻഹാബിറ്റൻസ് ഓഫ് ദ കുല ഡിസ്ട്രിക്ട്. കുല ഡിസ്ട്രിക്റ്റിന്റെ ആ കൺട്രി എങ്ങനെയാണ്, അവിടെ താമസിക്കുന്ന ആളുകളുടെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്.
The tribes who live within the sphere of the Kula system of trading belong one and all, with the exception perhaps of the Russell Islands natives, to the same racial group. These tribes inhabit the easternmost end of the mainland of New Guinea and those islands scattered in the form of the long-drawn archipelago which continue in the same southeasterly trend as the mainland, as if to bridge over the gap between New Guinea and the Solomons. അപ്പോൾ ന്യൂ ഗിനിയ ഈസ് എ മൗണ്ടെയിൻസ് ഐലൻഡ് കോണ്ടിനെന്റ്. ഇനി ആ സ്ഥലത്തിന്റെ വർണ്ണനകളാണ് ഇവിടെ ഉള്ളത്. അതെല്ലാം തന്നെ വായിച്ചെടുത്താൽ മതി. അതൊന്നും ഇവിടെ അത്ര പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ദ നേറ്റീവ്സ് ഓഫ് ദ ടോർബിഡന്റ് ഐലൻഡ്സ്. ടോർബിഡന്റ് ഐലൻഡ്സിലുള്ള പ്രാദേശിക ആളുകൾ, അവിടെയുള്ള വസിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ദ ടോർബിഡന്റ് ആർക്കിപ്പിയോളജി ഓൾസോ കോൾഡ് ബൊയോവ ഓർ ക്രീവിനിയ. അപ്പൊ അവിടെ താമസിക്കുന്ന ആ ആർക്കിപ്പിയലോഗോ അവരെ അങ്ങനെയും പറയും, അതുപോലെ ബൊയോവ ഓർ ക്രിവീനിയ എന്നും പറയും. ദ അപ്പിയറൻസ് ഓഫ് ദ നേറ്റീവ്സ്, ദെയർ മാനേഴ്സ്, ദെയർ ടൈപ്സ് ഓഫ് ബിഹേവിയർ മേ ഓഗർ വെൽ ഓർ ഇൽ ഫോർ ദ പോസിബിലിറ്റീസ് ഓഫ് റാപ്പിഡ് ആൻഡ് ഈസി റിസർച്ച്. അപ്പൊ അവിടെ താമസിക്കുന്ന ആളുകളുടെ അപ്പിയറൻസ്, ആ നേറ്റീവ്സിന്റെ അപ്പിയറൻസ്, അവരുടെ മാനേഴ്സ്, അവരുടെ ടൈപ്സ് ഓഫ് ബിഹേവിയർ എല്ലാം വളരെ വ്യക്തമായിട്ട് ഒരു റിസർച്ചർക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. ദ ഗ്രേറ്റ് വെറൈറ്റി ഇൻ ദെയർ ഫിസിക്കൽ അപ്പിയറൻസ് ഇസ് വാട്ട് സ്ട്രൈക്സ് വൺ ഫസ്റ്റ് ഇൻ ബൊയോവ. ദെയർ ആർ മെൻ ആൻഡ് വുമൺ ഓഫ് ടോൾ സ്ട്രക്ചർ. അവിടുത്തെ ആളുകളുടെ വിശേഷണമാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് അവരുടെ പ്രകൃതം, ഏത് രീതിയിലാണ് അവർ കാണപ്പെടുന്നത്, അവരുടെ സ്വഭാവം എങ്ങനെ, അവരുടെ അപ്പിയറൻസ് എങ്ങനെയെന്നൊക്കെയാണ് ഇവിടെ പറയണം. ദെയർ ആർ മെൻ ആൻഡ് വുമൺ ഓഫ് ടോൾ സ്ട്രക്ചർ, നല്ല പൊക്കമുള്ളവർ, ഫൈൻ ബിയറിംഗ് ആൻഡ് ഡെലിക്കേറ്റ് ഫീച്ചേഴ്സ്, വിത്ത് ക്ലിയർ കട്ട് അക്വിലിയൻ പ്രൊഫൈൽ ആൻഡ് ഹൈ ഫോർഹെഡ്സ്, വെൽ ഫോംഡ് നോസ് ആൻഡ് ചിൻ and an open, intelligent expression. And besides these, there are others with prognatic negroid faces, broad thick-lipped mouths, narrow foreheads and coarse expressions. ഇതൊക്കെ അവരുടെ ശാരീരിക പ്രകൃതിയുടെ വ്യത്യസ്തങ്ങൾ എങ്ങനെയാണ്, ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെയാണെന്ന് വർണ്ണിച്ചിട്ടുണ്ട്. അവരെ കാണാൻ വളരെ ആകർഷണമുള്ള രീതിയിലുള്ള ആളുകളായിരുന്നു. ദ നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ടു ഡു ആഫ്റ്റർ വി ഹാവ് സഫിഷ്യൻ്റ്ലി ടേക്കൺ ഇൻ ടു ദ appearance and manners of the natives is to walk around the village. ഇനി അവിടെയുള്ള ആളുകളെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വില്ലേജ് ഒന്ന് ചുറ്റി നടന്ന് കാണുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യം തന്നെയാണ്. ഇൻ ദ കോസ്റ്റൽ വില്ലേജ് പ്ലേസ്ഡ് ഓൺ മാർഷി ഗ്രൗണ്ട് ആൻഡ് കോറൽ ഔട്ട്ക്രോപ്പ്, ദ ഇറഗുലാരിറ്റി ഓഫ് ദ സോയിൽ ആൻഡ് ക്രാംബിൾഡ് സ്പേസ് ഹാവ് ഒബിലിറേറ്റഡ് ദ ഡിസൈൻ ആൻഡ് ദ പ്രസന്റ് ക്വൈറ്റ് എ ചോറ്റിക് അപ്പിയറൻസ്. ആ വില്ലേജിന്റെ ആ ഭൂപ്രകൃതിയുടെ വിശേഷങ്ങളാണ് പിന്നീട് പറഞ്ഞേക്കണം. ഇനി അവിടെ ഗാർഡൻ ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ ഒരു മെയിൻ തൊഴിലാണ്. ഹാഫ് ഓഫ് ദ നേറ്റീവ്സ് വർക്ക് ലൈഫ് ഈസ് സ്പെൻഡ് ഇൻ ദ ഗാർഡൻ ആൻഡ് അറൌണ്ട് ഇറ്റ് സെന്റേഴ്സ് പെർഹാപ്സ് മോർ ദാൻ ഹാഫ് ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് ആൻഡ് അംബിഷൻസ്. ദ നേറ്റീവ് ക്യാൻ ആൻഡ് അണ്ടർ സർക്കംസ്റ്റൻസസ് ഡസ് വർക്ക് ഹാർഡ് ആൻഡ് വർക്ക് സിസ്റ്റമാറ്റിക്കലി വിത്ത് endurance and purpose, nor does he wait till he is pressed to work by his immediate needs. The garden magician, according to native ideas, thus controls both the workman and the force of nature. അപ്പോൾ അവിടെയുള്ള എല്ലാ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട് മെജീഷ്യൻസും മാജിക്കുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗാർഡൻ മെജീഷ്യൻസും ഉണ്ട് അവിടെ. അവരുടെ ഐഡിയാസ് കൺട്രോൾ ചെയ്യാനും അതുപോലെ അവരുടെ വർക്കുകളെ കൂടുതൽ ഭംഗിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കാനും. അതുപോലെ chieftainship in the turbulent is the combination of two institutions. രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കോമ്പിനേഷനോടുകൂടിയാണ് അവിടുത്തെ ചീഫ്, പ്രധാന ആളുകളുടെ പ്രധാന ഗ്രാമത്തലവന്മാരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. രണ്ട് സെക്ഷനായിട്ടാണ്, രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ്. ഫസ്റ്റ് ദാറ്റ് ഓഫ് ദ ഹെഡ്മാൻഷിപ്പ്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഹെഡ്മാൻഷിപ്പാണ് ഓർ വില്ലേജ് അതോറിറ്റി. സെക്കൻഡ്ലി ദാറ്റ് ഓഫ് ദ ടോട്ടമിക് ക്ലാൻഷിപ്പ്. അപ്പോൾ ഫസ്റ്റ് വില്ലേജ് അല്ലെങ്കിൽ അതോറിറ്റി ഹെഡ്മാൻഷിപ്പ്, സെക്കൻഡ്ലി ദാറ്റ് ഓഫ് ടോട്ടമിക് ക്ലാൻഷിപ്പ് എന്ന് പറയും. ദാറ്റ് ഈസ് ദ ഡിവിഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി ഇൻ ടു ക്ലാസസ് ഓർ കാസ്റ്റസ്, ഈച്ച് വിത്ത് എ സർട്ടൻ മോർ ഓർ ലെസ് ഡെഫിനിറ്റ് റാങ്ക്.
അങ്ങനെ ഓരോരുത്തരെയും ക്ലാസ് ആയിട്ട് തിരിച്ചിട്ട്. ആസ് റിഗാർഡ്സ് കിൻഷിപ്പ്, ദ മെയിൻ തിങ് ടു ബി റിമെമ്പേർഡ് ഇസ് ദാറ്റ് ദ നേറ്റീവ്സ് ആർ matrilineal and that the succession of rank membership in all the social groups and the inheritance of possession descendant in the maternal line. അപ്പോൾ അവിടെ മാട്രിലീനിയൽ ഫാമിലിയാണുള്ളത്, അതുകൊണ്ട് മാട്രേണൽ ലൈനിലാണ് പിൻഗാമികളെ കണ്ടുപിടിക്കുന്നത്. In magico-religious ideas of the Tropeidians in connection with their belief in the spirits of the dead was that they are almost completely devoid of any fear of ghost. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ആ സ്പിരിറ്റുകളെ കുറിച്ച് അവർ പറയണം, അവർക്ക് ആ പ്രേതങ്ങളെ കുറിച്ചൊന്നും ഒരു പേടിയില്ല. ഓഫ് എനി ഓഫ് ദീസ് അൺകാനി ഫീലിംഗ്സ് വിത്ത് വിച്ച് ഫേസ് ദ ഐഡിയ ഓഫ് പോസിബിൾ റിട്ടേൺ ഓഫ് ദ ഡെഡ്. മരിച്ചതിൽ നിന്നും തിരിച്ചു വരും, പ്രേതങ്ങൾ അല്ലെങ്കിൽ ഉപദ്രവിക്കും എന്നുള്ള അങ്ങനെ ഒരു ചിന്താഗതിയൊന്നും അവരുടെ ഇടയിലില്ല. ഓൾ ദ ഫിയേഴ്സ് ആൻഡ് ഡ്രെഡ്സ് ഓഫ് ദ നേറ്റീവ്സ് ആർ റിസർവ്ഡ് ഫോർ ബ്ലാക്ക് മാജിക്, ഫ്ലൈയിങ് വിച്ചസ്. അവർക്ക് അവിടെ പേടിയുള്ളത് ബ്ലാക്ക് മാജിക്, ഫ്ലൈയിങ് വിച്ചസ്, മാലോവൻ ഡിസീസ് ബ്രിങ്ങിങ് ബീയിങ്സ്. ബട്ട് അബവ് ഓൾ ഫോർ സൊറേസസ് ആൻഡ് വിച്ചസ്, മന്ത്രവാദിനികൾ, മന്ത്രവാദക്കാർ, അങ്ങനെയുള്ളവരെയാണ് ഭയം. അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഒരിക്കലും ആളുകൾ അവരുടെ ഭൂതങ്ങൾ വന്ന് മനുഷ്യനെ ഉപദ്രവിക്കുമെന്ന് അങ്ങനത്തെ ഒരു ചിന്തയൊന്നും അവർക്കില്ല. ദ സ്പിരിറ്റ് മൈഗ്രേറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെത്ത് ടു ദ ഐലൻഡ് ഓഫ് ടുമ. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ സ്പിരിറ്റ് പെട്ടെന്ന് തന്നെ ടുമ എന്നുള്ള ഐലൻഡിലേക്ക് പോകും. ലൈങ് ഇൻ ദ നോർത്ത് വെസ്റ്റ് ഓഫ് ബൊയോവ ആൻഡ് ദെയർ ദേ എക്സിസ്റ്റ് ഫോർ അനദർ സ്പാൻ ഓഫ് ടൈം. വേറെ കുറെ കാലം അവർക്ക് അവിടെ ചെലവഴിക്കേണ്ടതുണ്ട്. അണ്ടർഗ്രൗണ്ട് സം ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്, ഭൂമിക്ക് അടിയിലോ ചിലപ്പോൾ ഭൂമിയിലോ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ആ സ്ഥലത്ത് ടുമയിൽ അവർ വസിക്കും. ദേ റിട്ടേൺ ടു വിസിറ്റ് ദെയർ ഓൺ വില്ലേജസ് വൺസ് എ ഇയർ. അപ്പൊ അവര് ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അവരുടെ പ്രിയപ്പെട്ടവരെ കാണാൻ വില്ലേജുകളിൽ വരുമെന്നാണ് അവരുടെ ഒരു ചിന്ത. ആൻഡ് ടേക്ക് പാർട്ട് ഇൻ ദ ബിഗ് ആനുവൽ ഫീസ്റ്റ് മിലാൽമ വേർ ദേ റിസീവ് ഓഫറിങ്സ്. അപ്പൊ ആ വില്ലേജിൽ അവർ ആ ഒരു ദിവസം ആത്മാക്കൾ തിരിച്ചു വരുന്ന ദിവസം അന്ന് അവിടെ ഒരു ആനുവൽ ഫീസ്റ്റ് ഉണ്ടായിരിക്കും. ഈ വരുന്ന ആത്മാക്കൾക്ക് ഓഫറിങ്സ് ഒക്കെ നടത്തിക്കൊണ്ട്. ഡിസീസ്, ഹെൽത്ത് ഓർ ഡെത്ത് ആർ ഓൾസോ ദ റിസൾട്ട് ഓഫ് മാജിക് ഓർ കൗണ്ടർ മാജിക്. അപ്പൊ ഡിസീസ് അല്ലെങ്കിൽ ആരോഗ്യം അല്ലെങ്കിൽ മരണം എന്നൊക്കെ പറയണത് അതെല്ലാം മാജിക്കും കൗണ്ടർ മാജിക്കിന്റെ ഒക്കെ റിസൾട്ട് ആണെന്നാണ് പറയുന്നത്. ദ ട്രോപീഡിയൻസ് ഹാവ് എ വെരി കോംപ്ലക്സ് ആൻഡ് വെരി ഡെഫിനിറ്റ് സെറ്റ് ഓഫ് തിയററ്റിക്കൽ വ്യൂസ് ഓൺ ദീസ് മാറ്റേഴ്സ്. ഈ വക കാര്യങ്ങളെ കുറിച്ച് അവർക്ക് സൈദ്ധാന്തികമായിട്ട് കുറെ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഗുഡ് ഹെൽത്ത് ഈസ് പ്രൈമർലി ഓഫ് കോഴ്സ് ദ നാച്ചുറൽ നോർമൽ സ്റ്റേറ്റ്. അപ്പൊ നല്ല ഹെൽത്ത്, ഗുഡ് ഹെൽത്ത് എന്ന് പറയുന്നത് മുഖ്യമായിട്ടും നാച്ചുറൽ നോർമൽ സ്റ്റേറ്റിൽ ഉള്ളതാണ്. മൈനർ ഇൽസ് മേ ബി കോൺട്രാക്റ്റഡ് ബൈ എക്സ്പോസർ. ചെറിയതായിട്ടുള്ള രോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഓവർ ഈറ്റിംഗ്, ഓവർ സ്ട്രെയിൻ, ബാഡ് ഫുഡ് ഓർ അതർ ഓർഡിനറി കോസസ് ഒക്കെ കൊണ്ടായിരിക്കാം. സച്ച് എയിൽമെന്റ്സ് നെവർ ലാസ്റ്റ് ആൻഡ് ഹാവ് നെവർ എനി റിയലി ബാഡ് എഫക്ട്സ് നോർ ആർ ദേ ഓഫ് ഇമ്മീഡിയറ്റ് ഡേഞ്ചർ. ബട്ട് ഇഫ് എ മാൻ സിക്കൻസ് ഫോർ എനി ലെങ്ത് ഓഫ് ടൈം, പക്ഷെ കുറെ കാലങ്ങളോളം അസുഖം ബാധിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ, ആൻഡ് ഹിസ് സ്ട്രെങ്ത് സീംസ് ടു ബി റിയലി ഷാർപ്ഡ്, അയാളുടെ ശക്തിയൊക്കെ ചോർന്നു പോകുന്നതായിട്ട് കാണുക. ദെൻ ദി ഈവിൾ ഫോഴ്സസ് ആർ അറ്റ് വർക്ക്. അപ്പോൾ അവർ ഊഹിക്കുന്നത് അവിടെ പൈശാചിക ശക്തികളുടെ വർക്ക് അവിടെ നടക്കേണ്ടതെന്നാണ്. By far the most prevalent form of black magic is that of the Bagwas, that is the black sorcerer, of whom there are a number in each district. Essentials of the Kula എന്നുള്ള അതിൻ്റെ പ്രത്യേകതകൾ. Having thus described the scene and the actors, let us now proceed to the performance. The Kula is a form of exchange. അതൊരു ഫോം ഓഫ് എക്സ്ചേഞ്ച് ആണ് കുല എന്ന് പറഞ്ഞാൽ, ഓഫ് എക്സ്റ്റെൻസീവ് ഇന്റർ ട്രൈബൽ ക്യാരക്ടർ. ഇറ്റ് ഈസ് ക്യാരിഡ് ഓൺ ബൈ കമ്മ്യൂണിറ്റീസ് ഇൻഹാബിറ്റിംഗ് എ വൈഡ് റിംഗ് ഓഫ് ഐലൻഡ്സ് വിച്ച് ഫോം എ ക്ലോസ്ഡ് സർക്യൂട്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വായിച്ചേക്കാം. അതിനെക്കുറിച്ച് ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി കാനോസ് ആൻഡ് സെയിലിങ്സ്. എ കാനോ ഈസ് ആൻ ഐറ്റം ഓഫ് മെറ്റീരിയൽ കൾച്ചർ ആൻഡ് ആസ് സച്ച് ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ്, ഫോട്ടോഗ്രാഫ്ഡ് ആൻഡ് ഈവൻ ബോർഡ്ലി ട്രാൻസ്പോർട്ടഡ് ഇൻ ടു എ മ്യൂസിയം. കാനോ ഒരു വഞ്ചി പോലെയുള്ള ഒന്ന്, അവര് മീൻ പിടിക്കാനോ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് പോകാനായിട്ടൊക്കെ സെയിലിങ്ങിനൊക്കെ യൂസ് ചെയ്യണ ഒരു ഐറ്റമാണ്. ഇത് മെറ്റീരിയൽ കൾച്ചറാണ്. ദ കാനോ ഈസ് മെയ്ഡ് ഫോർ എ സർട്ടൻ യൂസ്. അതൊരു പ്രത്യേക ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഡെഫിനിറ്റ് പർപ്പസ്, അതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ഇറ്റ് ഈസ് എ മീൻസ് ടു ആൻ എൻഡ് റിഫറിംഗ് ടു ഇറ്റ്സ് ഓണർഷിപ്പ്, അക്കൗണ്ട്സ് ഓഫ് ഹൂ സെയിൽസ് ഇറ്റ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഡൺ, ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദ സെറമണീസ് ആൻഡ് കസ്റ്റംസ് ഓഫ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ, എ സോർട്ട് ഓഫ് ടിപ്പിക്കൽ ലൈഫ് ഹിസ്റ്ററി ഓഫ് നേറ്റീവ് ക്രാഫ്റ്റ്.
ഹിസ്റ്ററി, ആ നേറ്റീവ് ക്രാഫ്റ്റ് ഒരു ടിപ്പിക്കൽ ലൈഫ് ഹിസ്റ്ററി തന്നെയുണ്ട് ഈ നേറ്റീവ് ക്രാഫ്റ്റിന്. ഓൾ ദാറ്റ് ബ്രിങ്സ് us nearer still to the understanding of what is Kano truly means to the natives. നേറ്റീവ്സിന് കാനോ എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് അവരുടെ ആ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടു ദ നേറ്റീവ് എ ക്രാഫ്റ്റ് ഈസ് സറൗണ്ടഡ് ബൈ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് റൊമാൻസ്, ബിൽഡപ്പ് ഓഫ് ട്രഡീഷൻ ആൻഡ് ഓഫ് പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പൊ അവിടെയുള്ള പ്രാദേശികർക്ക് പ്രദേശവാസികൾക്ക് ക്രാഫ്റ്റ് ഈസ് സറൗണ്ടഡ് ബൈ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് റൊമാൻസ്. ആ ക്രാഫ്റ്റിനെ ചുറ്റി ഒരു റൊമാൻസിന്റെ തന്നെ അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. ബിൽഡപ്പ് ഓഫ് ട്രഡീഷൻ ആൻഡ് ഓഫ് പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇറ്റ് ഈസ് ആൻ ഒബ്ജക്ട് ഓഫ് കൾട്ട് ആൻഡ് അഡ്മിറേഷൻ, എ ലിവിംഗ് തിങ് possessing its own individuality. To the native, his cumbersome sprawling Kano is a marvelous, almost miraculous achievement and a thing of beauty. He has spun a tradition around it. അപ്പൊ ഈ സംഗതിക്ക് കാനോന് ഒരു ട്രഡീഷൻ തന്നെയുണ്ട്, അതിനൊരു പ്രത്യേക വിലയുണ്ട്, മഹത്വമുണ്ട്. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങൾ അതിന് വളരെ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ജേർണീസ് ബൈ സെയിൽ. അപ്പൊ അത് ജേർണീസ്, സെയിലിനായിട്ട് ജേർണീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യണം. ഫുൾ ഓഫ് ത്രെറ്റനിങ് ഡേഞ്ചേഴ്സ് ഓഫ് ലിവിങ് hopes and desire, to which he gives expression in song and story. In short, in the tradition of the natives, in their customs, in their behavior, and in their direct statements, there can be found the deep love, the admiration, the specific attachment as to something alive and personal, so characteristics of the sailor's attitude towards his craft. ഈ ക്രാഫ്റ്റിനോട് സെയിലേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് എത്രയോ മഹത്വമാണെന്ന് നമുക്ക് അവരുടെ ഓരോ പ്രവർത്തികളിലും ഓരോ ചിന്താഗതിയിലും ഓരോ വീക്ഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ദ കാനോ ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചേർന്നിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ. ഇറ്റ് ഈസ് ഓൺഡ്, യൂസ്ഡ് ആൻഡ് എൻജോയ്ഡ് കോമൺലി. എല്ലാവരും കൂടി ചേർന്നിരുന്നാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. ദർ ഇസ് ദെയർഫോർ എ സോഷ്യൽ ഓർഗനൈസേഷൻ അണ്ടർലൈങ് ദ ബിൽഡിംഗ്, ദ ഓയിങ് ആൻഡ് ദ സെയിലിംഗ് ഓഫ് ദ കാനോ. അപ്പൊ ഈ ബിൽഡിങ്, സോയിങ്, അതുപോലെ സെയിലിങ്ങിനൊക്കെ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ തന്നെ എന്റെ സെറ്റപ്പാണ് അവിടെ ഉള്ളത്. ദ നേറ്റീവ്സ് ഫാമിലി ബിലീവ് ഇൻ ദ വാല്യൂ ഓഫ് മാജിക്. മാജിക്കിൽ അവിടെയുള്ള പ്രാദേശികര് വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. ഇൻ ദ കേസ് ഓഫ് കാനോ, ദ ട്രൊബീഡിയൻസ് വുഡ് ബി സോ ഫാമിലി പെർസ്യൂഡഡ് ദാറ്റ് എ കാനോ ബിൽറ്റ് വിത്തൗട്ട് മാജിക് വുഡ് ബി unseaworthy, slow in sailing, and unlucky in the kula, that no one would dream of omitting the magic rites. അപ്പൊ ഈ മാജിക് റൈറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാജിക് കൂടാതെ അങ്ങനത്തെ ഒരു സംഗതി നിർമ്മിക്കുകയാണെങ്കിൽ അതിന് കടലിൽ പോകുമ്പോൾ സ്പീഡ് ഉണ്ടാവില്ല. അതുപോലെ അൺലക്കി ഇൻ ദ കുല ആയിരിക്കും. ദാറ്റ് നോ വൺ വുഡ് ഡ്രീം ഓഫ് ഒമിറ്റിംഗ് ദ മാജിക് റൈറ്റ്സ്. അതുകൊണ്ട് ആരും തന്നെ ആ മാജിക് റൈറ്റ്സ് അവിടെ ഉപയോഗിക്കാതിരിക്കില്ല. ഇതിന്റെ നിർമ്മാണത്തിൽ മാജിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട്. ദ സെറിമോണിയൽ ബിൽഡിംഗ് ഓഫ് വാഗ. ദ ബിൽഡിംഗ് ഓഫ് ദ സീ ഗോയിങ് കാനോ is inextricably bound up with the general proceedings of the kula. As we have said before, in all villages where kula is practiced, the maswa cano are built and repaired only in direction connection with it. That is, as soon as kula expedition is decided upon and is date fixed. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു തീയതി നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ all the cano of the village must be overhauled and those too old for repair must be replaced by new ones. അപ്പൊ അവിടെയുള്ള ആ പ്രദേശത്തുള്ള എല്ലാ കാനോസും അവിടെ വില്ലേജിൽ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവരും. എന്നിട്ട് അതിൽ ഉപയോഗപ്രദമായിട്ടുള്ളത് റിപ്പയർ ചെയ്യേണ്ടത് റിപ്പയർ ചെയ്യും, അല്ലാത്തത് മാറ്റും. To the native, the construction of the cano is the first link in the chain of the kula performance. From the moment that the trees is felled till the return of the overseas party, there is one continuous flow of the events. കുറേ സംഭവങ്ങൾ ഈ ഒരു കാനോ ഉണ്ടാക്കി അത് സെയിൽ നടത്തി തിരിച്ചു വരുന്നതിന്റെ ഇടയ്ക്ക് ഒത്തിരി സംഭവഗതികൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഫോളോയിങ് ഇൻ റെഗുലർ സക്സഷൻ, ദ ടെക്നിക്കാലിറ്റീസ് ഓഫ് കൺസ്ട്രക്ഷൻ ആർ ഇന്ററപ്റ്റഡ് ആൻഡ് പങ്ക്ച്വേറ്റഡ് ബൈ മാജിക്കൽ റൈറ്റ്. ഓരോ ടെക്നിക്കൽ വർക്കും കൺസ്ട്രക്ഷനും ഒക്കെ punctuated by magical rites, and some of these refer to the Kano, others belong to the Kula. As to the magical ideas which govern the various rites, here it must suffice to say that they belong to several different systems of ideas. The one based on the myth of the flying Kano refers directly to the Kano. It aims at imparting a general excellence and more especially the quality of speed to the Kano. The rites of the other type are really exorcism directed against evil witchment, of which the natives are much afraid. അപ്പൊ ഒന്ന് സ്പീഡ് ഉണ്ടായിരിക്കുക, അതുപോലെ മോശം
കണ്ണുകൾ അതിൽ പതിക്കാതിരിക്കണം. അതായത് എന്തെങ്കിലും അപകടം അതിൽ പോകുമ്പോൾ ഉണ്ടാവാതിരിക്കണം. ദ തേർഡ് സിസ്റ്റം ഓഫ് മാജിക് ഈസ് ദ Kula magic based on its own mythological cycle and although performed on the Kano, yet aiming at the imparting of success to the Tolivaga in his Kula magic address to the Tokyo, the Magiland wood sprite. The construction of the Kano is done in two main stages. രണ്ട് main stage കൂടിയാണ് ഇതിന്റെ construction നടക്കുന്നത്, differing from one another in the character of the work, in the accompanying magic and in the general sociological setting. In the first stage, the component parts of the Kano are prepared. ആദ്യത്തെ സ്റ്റേജിൽ ആ കാനോന് വേണ്ട കമ്പോണൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. A big tree is cut, trimmed into a long, then hollowed out and made into the basic dugout. അപ്പൊ ഒരു വലിയ മരം മുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ മാറ്റി അതിന് തയ്യാറാക്കി എടുക്കുക. The planks, the boards, poles and sticks are prepared. This is achieved by slow leisurely work and it is done by the Kano builder with the assistance of a few helpers. Kano builder അയാളുടെ കുറെ അസിസ്റ്റൻസ് ഹെൽപ്പേഴ്സും ചേർന്നിട്ടാണ് ഇവ കാര്യങ്ങളൊക്കെ ചെയ്യണത്. This stage generally takes a long time. അപ്പൊ ഈ പരിപാടി ചെയ്തു തീർക്കാനായിട്ട് ഏതാണ്ട് 6 മാസത്തോളം സമയം, വളരെയധികം നീണ്ടൊരു സമയം തന്നെ എടുക്കും. As other occupations allow or the mood comes, the spells and rites which accompany it belong to the Tokyo magic and to that of the flying Kano cycle. To this first stage also belong to the carving of the decorative pro boards. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ അത് മരം മുറിച്ച് പിന്നെ ഓരോ അത് വഞ്ചിക്ക് യോഗ്യമാക്കുക, പിന്നെ അതിൽ മറ്റു കുറെ വേണ്ട പാർട്സുകളൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ ഒത്തിരി കാര്യങ്ങളും ഡെക്കറേറ്റീവ് കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ദിസ് ഈസ് ഡൺ സംടൈംസ് ബൈ ദ ബിൽഡർ, സംടൈംസ് ബൈ അനദർ എക്സ്പേർട്ട്. അപ്പൊ ഇതിൽ ഓരോ കാര്യങ്ങളും ചിലപ്പോൾ ബിൽഡർ തന്നെ ചെയ്യും, അല്ലെങ്കിൽ മറ്റ് എക്സ്പേർട്ടുകളെ കൊണ്ട് ചെയ്യിക്കും. ഇഫ് ദ ബിൽഡർ കനോട്ട് കാർവ്. The second stage is done by means of intense communal labor. സെക്കൻഡ് സ്റ്റേജ് intense communal labor കൂടിയാണ് നടത്തപ്പെടുന്നത്. As a rule, this stage is spread over a short time. ഈ നിയമം അനുസരിച്ച് ഈ സ്റ്റേജിന് കുറച്ച് സമയം മതി. ഓൺലി പെർഹാപ്സ് എ വീക്ക് ഓർ ടു, ഒരു ആഴ്ച അല്ലെങ്കിൽ കൂടിയ 2 ആഴ്ച, ഇൻക്ലൂഡിംഗ് ദ പോസസ് ബിറ്റ്വീൻ ദ വർക്ക്. ദ ആക്ച്വൽ ലേബർ ഇൻ വിച്ച് ദ ഹോൾ കമ്മ്യൂണിറ്റി ഈസ് എനർജറ്റിക്കലി എൻഗേജ്ഡ്. അവിടെ ഹോൾ കമ്മ്യൂണിറ്റി തന്നെ വളരെ ഇഷ്ടത്തോടുകൂടി എനർജറ്റിക്കലി അതിലെല്ലാം എൻഗേജ് ആവും. ടേക്സ് അപ്പ് ഓൺലി സം 3 or 5 days. The work consists of the piecing together of the planks and proboards, and in case these do not fit well, of trimming them appropriately and then of the lashing them together. Next comes the piecing and lashing of the outer jar, crackling and painting of the canopy. ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് 2 സ്റ്റേജിലായിട്ട് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ സെയിൽ ചെയ്യാനായിട്ട് യോഗ്യമാക്കി തീർക്കുക. By sailing experts and by the follow Tolivaga and other nostables, the lashing of the Kano with a specially strong creeper called Vego is accompanied by perhaps the most important of the rites and spells belong to the flying Kano magic. After the decision to build a Vaga has been taken, അത് പിന്നീട് ഇത് വാഗ നിർമ്മിക്കാനായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മരം കണ്ടുപിടിക്കുക, പിന്നെ ഓരോ സ്റ്റെപ്സ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക. അങ്ങനെ ആഫ്റ്റർ ദ റിസൈറ്റൽ ഓഫ് ദിസ് ലോങ് സ്പെൽ ഓവർ ദ ഹെർബ്സ് ആൻഡ് ബ്ലേഡ് ഓഫ് ഹിസ് ഡൈസ്, ദ മജീഷ്യൻ റാപ്പ് അപ്പ് ദ dry banana leaf, thus imprisoning the magical virtue of the spell round that blade, and with this he strikes and cuts through the ഡൂക്ക. അപ്പൊ ഇങ്ങനെ ആളുകൾ വർക്കേഴ്സിന്റെ ജോലികളെല്ലാം തീർന്നു കഴിയുമ്പോൾ മജീഷ്യന്റെ കാര്യങ്ങൾ മജീഷ്യൻ ചെയ്യും, അത് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള. ആഫ്റ്റർ ദാറ്റ് ഫോർ സം ഡേയ്സ് ദ ഔട്ട്സൈഡ് ഓഫ് ദ കാനോ ബോഡീസ് വർക്ക് ഇറ്റ്സ് 2 ends must be cut into tapering shade and the bottom event and smoothened. After that is done, the cano has to be turned over, this time into its natural position, bottom down, and what is to be the opening upwards. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ദ റൈറ്റ്സ് ഓഫ് ദ സെക്കൻഡ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കാനോ ബിൽഡിംഗ് ദ റൈറ്റ്സ് ആർ പെർഫോംഡ് ബൈ ദ മജീഷ്യൻ ഹിംസെൽഫ് വിത്ത് ഓൺലി എ ഫ്യൂ ഹെൽപ്പേഴ്സ് ഇൻ അറ്റൻഡൻസ്. അപ്പൊ ഇനി സെക്കൻഡ് സ്റ്റേജിൽ ദ റൈറ്റ്സ് ആർ അറ്റൻഡഡ് ബൈ ഓൾ ദോസ് ഹു ഹെൽപ്പ് ഇൻ പേരിസിംഗ് ടുഗദർ ആൻഡ് ലാഷിംഗ്. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ കുറച്ച് പേര് മാത്രം ഈ
മജീഷ്യൻ്റെ കൂടെ ആ റൈറ്റ്സിലൊക്കെ പങ്കെടുക്കുന്നുള്ളെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കുചേരും. ആസ് ടു ദ അറ്റൻഷൻ ആൻഡ് ബിഹേവിയർ ഡ്യൂറിങ് ദ പെർഫോമൻസ് ഓഫ് ദ മാജിക് മച്ച് ഡിപ്പെൻഡ്സ് ഓഫ് കോഴ്സ് ഓൺ വെദർ ദ magician officiating is a chief of great importance or someone of low rank. A certain decorum and 11 silence would be observed in any case. ഇനി ലീസ്റ്റ് ഓഫ് ഗിഫ്റ്റ്സ് പേയ്മെന്റ്സ് ആൻഡ് കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ്. ഇനി അവിടെയുള്ള വേറൊരു രീതിയാണ് പ്യുവർ ഗിഫ്റ്റ്സ്. ബൈ ദിസ് ആസ് ജസ്റ്റ് മെൻഷൻ വി അണ്ടർസ്റ്റാൻഡ് an act in which an individual gives an object or renders a service without expecting or getting any return. എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിക്കാതെ ഒരു സർവീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിനാണ് പ്യുവർ ഗിഫ്റ്റ് എന്ന് ഇവിടെ ടോർബുലന്റ് പറയുന്നത്. ഗിഫ്റ്റിന് പ്രത്യേക പല രീതികളുണ്ട്. അതിന്റെ സെക്കൻഡ് എന്ന് പറയുന്നത് കസ്റ്റമറി പേയ്മെന്റ്സ് റീപെയ്ഡ് irregularly and without a strict equivalence. അപ്പോൾ the most important of these are the annual payments received at harvest time by a man from his wife's brother. This regular and unfailing gift are so substantial that they form the bulk of man's income in food. അപ്പോൾ ഇനി തേർഡ് പ്രൊസീജിയർ ഇതിൽ പേയ്മെന്റ് ഫോർ സർവീസ് റെൻഡേർഡ്. ഇറ്റ് ഹാസ് ടു ബി ഗിവൺ ഈച്ച് ടൈം ദ സർവീസ് ഈസ് പെർഫോംഡ്, ബട്ട് വി കനോട്ട് സ്പീക്ക് ഹിയർ ഓഫ് ഡയറക്റ്റ് എക്കണോമിക് ഇക്വാലൻസ് സിൻസ് വൺ ഓഫ് ദ ടേം of the equation consists of service, the value of which cannot be assessed except by conventional estimates. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പ്രത്യുപകാരമായിട്ട് അതിൻ്റെതായ വിലയിൽ തന്നെ തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെതായ വേറെ ഒരു രീതിയിലാണ് ഇവർ വിലകളും അതിൻ്റെ വാല്യൂസും ഒക്കെ നിർണ്ണയിക്കുന്നത്. ഓൾ സർവീസസ് ഡൺ ബൈ സ്പെഷ്യലിസ്റ്റ് ഫോർ ഇൻഡിവിജ്വൽസ് ഓർ ഫോർ ദ കമ്മ്യൂണിറ്റി ബിലോങ്ങിങ് ഹിയർ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ദീസ് ആർ അൺഡൗട്ടഡ്ലി ദ സർവീസ് ഓഫ് ദ മജീഷ്യൻ. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ ഓരോ സർവീസ് ചെയ്യുന്ന ആളുകൾക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ ഗിഫ്റ്റിന്റെ മഹത്വമാണ് ഈ ഓരോന്നിലും പറയുന്നത്. ഇനി ഗിഫ്റ്റ് റിട്ടേൺഡ് ഇൻ എക്കണോമിക്കലി ഈക്വാലന്റ് ഫോം. അപ്പൊ in this fourth class have been put such gifts as must be repaid with almost strict equivalence, but it must be stressed that strict equivalence of two gifts does not assimilate them to trade altogether. There can be no more perfect equivalence between gift and counter gift. അപ്പൊ ഈ ഗിഫ്റ്റിനെ കുറിച്ചുള്ള ഭാഗം ഒന്ന് പ്രത്യേകം നോക്കിക്കുക. ഇനി the meaning of the kula. As said, the kula seems to be to certain extent a novel type of technological fact. Its novelty lies partially in the size of its sociological and geographical extent. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗിഫ്റ്റ് അതുപോലെ കുല അത് ആ ഭാഗങ്ങളൊക്കെ പ്രത്യേകം നോക്കിയേക്കുക. ഇനി അടുത്തത് കമ്മിങ് ഓഫ് ഏജ് ഇൻ സമൂഹ മാർഗരറ്റ് മീഡിന്റെ കമ്മിങ് ഓഫ് ഏജ് ഇൻ സമോവ എന്നുള്ള ഐലൻഡിലേക്കുള്ള അവരുടെ പ്രവർത്തനത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Coming of age in Samoa, a psychological study of primitive youth for Western civilization by Margaret Mead has made a significant impact in the reading of ethnographies. അപ്പോൾ എത്തനോഗ്രാഫിക്സ് റീഡിങ്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സ്റ്റഡി ഓഫ് പ്രിമിറ്റീവ് യൂത്ത് ഫോർ വെസ്റ്റേൺ സിവിലൈസേഷൻ മാർഗരറ്റ് മീഡിന്റെ കമ്മിങ് ഓഫ് ഏജ് ഇൻ സമോവിയ എന്നുള്ള അതൊരു പ്രത്യേക കേസ് സ്റ്റഡിയാണ്. വൺ ഓഫ് ദ സെമിനൽ ടെക്സ്റ്റ് ദാറ്റ് പവേഴ്സ് ദ പാത്ത് ഫോർ വേരിയസ് തിയററ്റിക്കൽ ഐഡിയാസ്. For instance, the nature versus nurture or culture versus biology debate, thesis of personality, social conditioning, feminist anthropology, and several more. Even in contemporary times, coming of age in Samoa remains an influential and pioneering work that has generated interest among scholars with regard to the ethnographic enterprise and has also given rise to several controversies and debates over Mead's techniques of data collection and the validity of her arguments. അപ്പം മീഡ്സിന്റെ ഒരു വലിയ വർക്കാണ് ഈ കമ്മിങ് ഓഫ് ഏജ് ഇൻ സാമിയ. അപ്പം അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വളരെയധികം ആളുകൾ എഴുതുകയും പറയുകയും ഒക്കെ ഉണ്ടായിരുന്നു. പല വിമർശനങ്ങളും ഡിബേറ്റ്സുകളും ഒക്കെ നടന്നിട്ടുണ്ട്. മാർഗരറ്റ് മീഡ് ട്രാവൽഡ് ഓൺ സൗത്ത് പസഫിക് പൊളിനേഷ്യൻ ഐലൻഡ് ഓഫ് അമേരിക്കൻ സാമിയോ in 1925 to study the lives of adolescent Samoans and understand if adolescence was universally similar in terms of trauma and stress that had become an identifying characteristics of this phase of personality development.
അപ്പം അഡോളസൻസിനെ കുറിച്ച് പഠിക്കാനാണ് അമേരിക്കയിലും സാമ്യയിലും ഉള്ള അഡോളസൻസിനെ കുറിച്ച് പഠിച്ചിട്ട് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി റിസൾട്ട് അവരുടെ ഈ കമ്മിങ് ഓഫ് ഏജ് ഇൻ സാമ്യയിൽ കൂടി വെളിപ്പെടുത്തുകയുണ്ടായി. കമ്മിങ് ഓഫ് ഏജ് ഇൻ സാമിയോ വാസ് പബ്ലിഷ്ഡ് ഇൻ 1928 ആസ് മാർഗരറ്റ് മീഡ്സ് ഡോക്ടറൽ ഡിസർട്ടേഷൻ. അവരുടെ PhDയുടെ ഡിസർട്ടേഷൻ കൂടിയായിരുന്നത് കമ്മിങ് ഓഫ് ഏജ് ഇൻ സാമ്യ. about the author. Margaret Mead was born in ഓതറിനെ കുറിച്ചുള്ളതൊക്കെ ഡയറക്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇതിനുള്ള സമയമില്ല നമുക്കിവിടെ. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ എത്തനോഗ്രാഫിക് റിസർച്ച് ഇൻ അമേരിക്കൻ സാമിയോ. അമേരിക്കൻ സാമിയോനെ കുറിച്ചുള്ള റിസർച്ചിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? അറ്റ് ദ ടൈം ഓഫ് മീഡ്സ് റിസർച്ച് അമേരിക്ക വാസ് അണ്ടർ ദ ഗ്രിപ്പ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ആ ഒരു ഇതിലായിരുന്നു അമേരിക്ക. വിച്ച് ഹാഡ് എഫക്റ്റഡ് ഫാമിലീസ് ബൈ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ഫാമിലീസിനെയൊക്കെ ഈ വേൾഡ് വാർ വളരെയധികം എഫക്ട് ചെയ്യുകയുണ്ടായിരുന്നു. ഡിസ്പ്ലേസിംഗ് ദം ആൻഡ് ലീഡിങ് ടു ദെയർ breakdown in some cases. As an emerging discipline, anthropology was engaged in an ongoing debate about nature versus nurture with regard to the behavioral traits of individuals and the importance of ബയോളജിക്കൽ പ്രീഡിസ്പൊസിഷൻസ്. അപ്പം അവിടെ ഉണ്ടായ ഈ വേൾഡ് വാറിന് ശേഷം അവിടെ ഉണ്ടായ ആ സ്ഥിതി, ആ ചുറ്റുപാട്, അത് പ്രകൃതിദത്തമാണോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നോ എന്ന് ഒരു തർക്കം വന്നു. കോൺസിക്വൻ്റ്ലി പല ഡിബേറ്റുകളും ഇതിനെക്കുറിച്ച് നടത്തുകയുണ്ടായി. കോൺസിക്വൻ്റ്ലി ദ ഡിബേറ്റ് ഹാഡ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓൺ ദ contemporary social problems in World War I affected America. This was also the time when the theories of psychoanalysis, Sigmund Freud, were gaining popularly among the scholars. ഇനി നമുക്ക് ഇവരുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ മാർഗരറ്റ് മീഡ് നടത്തിയ സ്റ്റഡീസൊക്കെ ഈ അഡോൾട്സിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. ദ ഡിസ്ലൊക്കേഷൻ ഓഫ് ഫാമിലീസ് കോസ്ഡ് ബൈ ഇമെൻസ് ടർമോമ ടു പീപ്പിൾ ആൻഡ് മെനി മെമ്പേഴ്സ് ഇൻ ദ അമേരിക്കൻ അക്കാഡമിയ വിക്കേം ഇൻവെസ്റ്റഡ് ഇൻ ലുക്കിംഗ് അറ്റ് ദ ഇമ്പാക്ട് ഓഫ് ഫ്രാക്ചേർഡ് ഫാമിലി ടൈസ് ഓൺ ദ പേഴ്സണാലിറ്റി ഓഫ് ചിൽഡ്രൻ. അറൌണ്ട് 1920s there were rising concerns about teenagers being in regular കോൺഫ്ലിക്റ്റ് വിത്ത് ദെയർ പാരൻസ്. അപ്പം ഏതാണ്ട് 1920 കാലഘട്ടങ്ങളിൽ അവിടെയുള്ള ടീനേജേഴ്സ് പാരൻസുമായിട്ട് എപ്പോഴും ഡയറക്റ്റ് കോൺഫ്ലിക്റ്റിലാണെന്ന് മനസ്സിലാക്കുകയുണ്ടായി. സ്കോളേഴ്സ് ബിഗാൻ ക്വസ്റ്റനിങ് ദ പാരന്റിംഗ് സ്റ്റൈൽസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ബ്രിങ്ങിങ് അപ്പ് ചിൽഡ്രൻ ഇൻ കമ്മ്യൂണിറ്റീസ് അറൌണ്ട് ദ വേൾഡ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പാരൻസ് ഓവർകെയിം ദ ട്രോമ ഓഫ് അഡോളസൻസ് ഫേസ്ഡ് ബൈ ദെയർ ചിൽഡ്രൻ. അപ്പം ഈ ബുദ്ധിമുട്ടുകളൊക്കെ അവിടുത്തെ അഡോളസൻസ് എങ്ങനെയാണ് ഫേസ് ചെയ്യണത്, അതിൽ നിന്ന് അതുപോലെ പാരൻസും അവരും തമ്മിലുള്ള ഈ പ്രശ്നങ്ങളിൽ നിന്ന് സമുദായത്തെ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ, കുട്ടികളെ ഒക്കെ എങ്ങനെ രക്ഷിക്കുക എന്നുള്ള ചിന്ത എല്ലാ ആന്ത്രോപോളജിസ്റ്റുകൾക്കും അതുപോലെ സോഷ്യോളജിസ്റ്റുകൾക്കും ഒക്കെ ഉണ്ടായിരുന്നു. വെൻ മീഡ് ലെഫ്റ്റ് ഫോർ അമേരിക്കൻ സമൂഹ, ഹെർ മെന്റർ ഫ്രാൻസ് ബോസ് ഇൻസ്ട്രക്റ്റഡ് ഹർ ടു examine the psychological attitude of the individual under the pressure of the general pattern of culture. അപ്പം മീഡ് അമേരിക്കയിലെ സാമൂഹിലേക്ക് പഠിക്കാനായിട്ട് ഇവരെ കുറിച്ച് മനസ്സിലാക്കാൻ പോയപ്പോൾ അവരുടെ അഡ്വൈസർ മെന്ററായിരുന്ന ഫ്രാൻസ് ബോസ് അവരെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. ദ സൈക്കോളജിക്കൽ attitude of the individual under the pressure of the general pattern of culture. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു വിടുകയുണ്ടായിരുന്നു. Key issues in coming of age in Samovia. Based on her research in Samovia, Margaret Mead published 2 books. അപ്പോൾ based on his research, Samovia, Margaret Mead 2 ബുക്സാണ് പബ്ലിഷ് ചെയ്തത്. Coming of Age in Samovia, a psychological study of primitive youth for Western civilization, that was written in popular short book style that was not limited to readers from academic circles only. അപ്പം മീഡ് വാസ് നോൺ ടു റൈറ്റ് ഹിയർ ഡെയിലി അക്കൗണ്ട്സ്. അപ്പം മീഡ് അവിടെ പോയി പഠനം നടത്തിയ കാലത്ത് സമൂഹയിലെ അഡോളസൻസിനെ കുറിച്ച് പഠിക്കാൻ ചെന്ന സമയത്ത് മീഡ് വാസ് നോൺ ടു റൈറ്റ് ഹിയർ ഡെയിലി അക്കൗണ്ട്സ് ഓൺ ഹിയർ ഒബ്സർവേഷൻ അബൌട്ട് ദ സമോവിയൻസ് ടു റൂത്ത് ബെനഡിക്ട് ആൻഡ് ആസ് എ റിസൾട്ട് ഷീ ഡിഡ് നോട്ട് കീപ്പ് എ ഫീൽഡ് ഡയറി ഇൻ സമോവിയ. അപ്പോൾ അവരുടെ ഓരോ കണ്ടുപിടുത്തങ്ങളും അവർ ഒരു ഡയറിയിൽ എഴുതുകയല്ല ചെയ്തത്. റൂത്ത് ബെനഡിക്റ്റ് അതിൻ്റെ റിസൾട്ട്, ആ കണ്ടുപിടുത്തത്തിൻ്റെ റിസൾട്ട്സൊക്കെ
Ruth Benedict, and as a result, she did not keep a field diary in Samoviയ. സമോവിയനെ കുറിച്ചൊരു ഫീൽഡ് ഡയറി സൂക്ഷിച്ചില്ല. റൂത്ത് ബെനഡിക്റ്റിന് ലെറ്റേഴ്സിൽ കൂടി ആ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി അറിയിക്കുകയാണ് ചെയ്തത്. മോസ്റ്റ് ഓഫ് ഹെർ ജേർണൽ റെക്കോർഡ്സ് ആർ ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സ് ടു റൂത്ത് ബെനഡിക്റ്റ് ആൻഡ് ഫീൽഡ് ബുള്ളറ്റിൻ ഫോർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അവരുടെ ജേർണൽ റെക്കോർഡ്സ് മിക്കവാറും എല്ലാം റൂത്ത് ബെനഡിക്റ്റിനെ കുറിച്ചുള്ളതും അതുപോലെ ഫീൽഡ് ബുള്ളറ്റിൻസ് ഫോർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കുള്ള ആ ലെറ്റേഴ്സിലുമാണ് അടങ്ങിയിരുന്നത്. ആസ് പെർ ദ ലെറ്റേഴ്സ് ഇൻ ലൈബ്രറി ഓഫ് കോൺഗ്രസ് ആർക്കീസ് മീഡ് സമോവിയൻ നെയിം വാസ് മെയ്ക്ലീറ്റ. അങ്ങനെയായിരുന്നു അവരുടെ സമോബിയൻ നെയിം. മീഡ് സ്പെൻഡ് ക്ലോസ് ടു 9 months in Samobia, during which she studied 68 girls in several villages of the island communities. അപ്പോൾ മീഡ് ഏതാണ്ട് 9 മാസത്തോളം സമോബിയയിൽ താമസിച്ച് അവിടുത്തെ ഏതാണ്ട് 68 ഗേൾസിനെ കുറിച്ച്, ആ വില്ലേജിലെ ഗേൾസിനെ കുറിച്ച് പഠിക്കാനായിട്ട് തെരഞ്ഞെടുത്തു. ഷീ റിപ്പോർട്ടഡ് ദാറ്റ് അൺലൈക്ക് ആൻ അമേരിക്കൻ ടീനേജർ, Samovian adolescent girls did not experience turmoil and angst of teenage years and were capable of sexual adjustment. അപ്പോൾ അവർ 2 സ്ഥലത്തുള്ള ടീനേജേഴ്സിനെയാണ് ശ്രദ്ധിച്ചത്. അപ്പൊ അമേരിക്കയിലെ ടീനേജേഴ്സും സമോവിയൻ അവിടെയുള്ള ഗേൾസും ഡിഡ് നോട്ട് എക്സ്പീരിയൻസ് ടർമോയിൽ ആൻഡ് angst. അപ്പൊ സമോവിയനിലുള്ള ഈ ടീനേജേഴ്സ് ഡിഡ് നോട്ട് എക്സ്പീരിയൻസ് ടർമോയിൽ ആൻഡ് എംഗേജ്ഡ് ഓഫ് ടീനേജേഴ്സ് ആൻഡ് വെർ കേപ്പബിൾ ഓഫ് സെക്ഷൽ അഡ്ജസ്റ്റ്മെന്റ്. അവര് ഈ കൗമാരപ്രായത്തിലുണ്ടാകുന്ന ആ സ്ഥിതിവിശേഷങ്ങളിൽ സമോവിയയിലെ ഗേൾസിന് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. ആസ് എ റിസൾട്ട് ദ ട്രാൻസിഷൻ from adolescence to adulthood was not marked with a period of stress and trauma. അപ്പോൾ ഒരു ഈ പീരീഡ് അഡോളസൻസിൽ നിന്ന് അഡോൾഹുഡിലേക്കുള്ള ആ ചേഞ്ചസിൽ ഒരു ബുദ്ധിമുട്ടും ഈ സമോവിയൻ ഗേൾസ് അനുഭവപ്പെട്ടതായിട്ട് തോന്നിയില്ല. അഡോൾട്ട് സമോവൻസ് വെയർ ഓഫ് പ്ലീസിങ് ഡെമോനിയർ. അപ്പൊ അവിടെയുള്ള അഡോൾട്ടൻസ് എന്ന് പറയുന്നത് വെയർ ഓഫ് പ്ലീസിങ് ഡെമോനിയർ, അവരൊരു സന്തോഷമുള്ള പ്രകൃതക്കാരായിരുന്നു. ഡിവോയ്ഡ് ഓഫ് അഗ്രഷൻ, ദേഷ്യമില്ല, ആൻഡ് വയലൻസ് ഇൻ ദെയർ എമോഷൻസ്, അവരുടെ വികാരങ്ങളിൽ വയലൻസ് ഇല്ല. ലൈബ്രറി thus Mead concluded that the behavior of American teenagers was culturally specific and did not have a physiological basis to it. പക്ഷെ അമേരിക്കയിലുള്ള ടീനേജേഴ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. അവരുടെ സ്വഭാവത്തിൽ വളരെ അധികം ബുദ്ധിമുട്ടുകൾ കണ്ടു. ഷീ ഓൾസോ ബിലീവ്ഡ് ദാറ്റ് സമോവിയൻ ഗേൾസ് ഡിഡ് നോട്ട് ഫേസ് ദ ടർം ഓഫ് മേക്കിംഗ് ഡിഫിക്കൽട്ട് സോഷ്യൽ ചോയ്സസ് ഇൻ ടേംസ് ഓഫ് പിയർ ഗ്രൂപ്പ്സ് ആൻഡ് പാർട്ട്നേഴ്സ് ഓയിങ് ടു ദ ഹോമോജീനിയസ് nature of the society. She urged American educationists to focus on a system of education that prepared the American adolescent population to make right choices in the heterogeneous society like America. അമേരിക്ക പോലെയുള്ള ഒരു ഹെട്രോജീനിയസ് സൊസൈറ്റിയിൽ അവിടെയുള്ള അഡോളസൻസിനെ പ്രത്യേക രീതിയിൽ നയിക്കണമെന്ന് അവിടുത്തെ എഡ്യൂക്കേഷനിസ്റ്റിനോട് അവർ ഉപദേശിക്കേണ്ടായിരുന്നു. Mead found the period of transition among the Samovians extremely comfortable, as it was free from the strum and dung of the teen years in the Western societies. The Samovian youth were recognized for their economic and domestic roles only when they attained the age of 15 or 16 years. In order to explain it further, Mead exemplified the lack of strict parental control among the Samovians, especially with respect to the sexual behavior of the youth. Sexual behavior of the youth അഡോളസൻസിലുള്ള അവരുടെ പെരുമാറ്റത്തിൽ അവിടെയുള്ള അവരുടെ പാരൻസ് കൂടുതൽ നിർബന്ധങ്ങളൊന്നും കാണിച്ചിരുന്നില്ല. അവർക്ക് ഫ്രീഡം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെ സൗമ്യരും ശരിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നവരുമായിട്ടാണ് കണ്ടത്. സോ ഒപ്പോസ് ടു ദിസ്, പക്ഷെ ഇതിന് വിപരീതമായിട്ട് ലിബറൽ സ്റ്റൈൽ പാറ്ററിങ് ദ അമേരിക്കൻ യൂത്ത് ഹാഡ് ടു അണ്ടർഗോ സ്ട്രിക്റ്റ് റെഗുലേഷൻസ്. അമേരിക്കൻ യൂത്തിനാണെങ്കിൽ സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. അവരുടെ പാരൻസ് സ്ട്രിക്റ്റ് ആയിട്ട് കുറെ നിയമങ്ങൾ വെച്ചിട്ടാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് അവരുടെ ഇടയിൽ പാരൻസും കുട്ടികളും തമ്മിൽ എപ്പോഴും കശവിശ അല്ലെങ്കിൽ വഴക്കുകൾ ഉണ്ടാകുക. പക്ഷെ സമോവിയൻ കൗമാര പ്രകൃതക്കാര് കുറെ വ്യത്യാസമായിരുന്നു. അതായത് സമോവിയയിലെ കൗമാരത്തെ അമേരിക്കയിലെ കൗമാരപ്രായവുമായി താരതമ്യം ചെയ്യാനാണ് മിഡ് അവരുടെ സ്റ്റഡീസിൽ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത്. കൗമാരവും അതുമായി ബന്ധപ്പെട്ട വികാസങ്ങളും എല്ലാ മനുഷ്യർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ജൈവിക പരിവർത്തനമോ അതോ പ്രത്യേക സമൂഹങ്ങളിൽ രൂപപ്പെടുന്ന സാംസ്കാരിക പ്രക്രിയകളാണോ എന്ന ചോദ്യത്തെ ഈ പുസ്തകം
പുസ്തകത്തിൽ കൂടി നമുക്ക് അവർ വ്യക്തമാക്കി തരുന്നുണ്ട്. ബാല്യം, കൗമാരം, ലിംഗഭേദം, ലൈംഗിക ബന്ധങ്ങൾ എന്നിവ പ്രധാനമായും സാംസ്കാരിക സമ്പ്രദായങ്ങളും ആവിഷ്കാരങ്ങളുമാണ് നയിക്കുന്നതെന്ന് മീഡ് വിശ്വസിച്ചു. അത്തരം കാര്യമാണ് അവരുടെ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇനി ഓറിയന്റൽ representatives in reading coming of age in Samuel. The text popularized the method of participant observation while conducting anthropological field work. അപ്പോൾ അവരുടെ വർക്കിനെ കുറിച്ച് പറയുന്നതാണ്. ആന്ത്രപ്പോളജിക്കൽ ഫീൽഡ് വർക്കിനെയൊക്കെയാണ് അവരും ചെയ്തത്. ഷോർട്ട്ലി ബിഫോർ മാർക്കറ്റ് മീഡ് began her study among the Samoans, anthropology had witnessed a major shift in its methodology of studying native communities. അപ്പോൾ ഈ കാര്യം തുടങ്ങി വെച്ചത് ബ്രോൺസ്ലോ മാലിനോസ്കിയാണ്. ഡ്യൂറിംഗ് ഹിസ് stay at Melanesia introduced the modern technique of doing anthropology through participant observation. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനെ കൂടി ആന്ത്രപ്പോളജിയിൽ വർക്ക് ചെയ്യുക. ആ ടെക്നിക്കാണ് മാലിനോസ്കി കാണിച്ചു തന്നത്. അവരുടെ നേറ്റീവ്സിന്റെ ലാംഗ്വേജ് പഠിക്കുക. എന്നിട്ട് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ നേറ്റീവ്സ് പോയിന്റ് ഓഫ് വ്യൂ, മീഡ് ഫൗണ്ട് ആന്ത്രപ്പോളജി ടു ബി മച്ച് ബെറ്റർ ഇൻ ടേംസ് ഓഫ് പർസ്യൂയിങ് ദ കോസ് ഓഫ് സിമ്പിൾ സൊസൈറ്റീസ് ദാറ്റ് ഡിഡ് നോട്ട് ഹാവ് കോംപ്ലക്സ് ഡോക്യുമെന്റഡ് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സ് റെക്കോർഡഡ് ഫോർ ദം. അപ്പൊ മീഡ് ഫൗണ്ട് ആന്ത്രപ്പോളജി ടു ബി മച്ച് ബെറ്റർ ഇൻ ടേംസ് ഓഫ് പർസ്യൂയിങ് ദ കോസ് ഓഫ് സിമ്പിൾ സൊസൈറ്റി. സിമ്പിൾ സൊസൈറ്റിയിൽ ഓരോ കാര്യങ്ങൾ എടുത്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് മീഡിന്റെ അഭിപ്രായം. ദാറ്റ് ഡിഡ് നോട്ട് ഹാവ് കോംപ്ലക്സ് ഡോക്യുമെന്റഡ് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സ് റെക്കോർഡഡ് ഫോർ ദം. The ethnographic method employed by Margaret Mead included dialogue and discussions with their informants. എത്തനോഗ്രഫിക് മെത്തേഡ് അവർ ഉപയോഗിച്ചിരുന്നത് അവിടെയുള്ള ആളുകളുമായിട്ട് നടത്തിയിരുന്ന ഡയലോഗും ഡിസ്കഷൻസ് ആണ് വിത്ത് ദിയർ ഇൻഫോർമൻസ്, വിച്ച് വാസ് സിഗ്നിഫിക്കന്റ് ഡിപ്പാർച്ചർ ഫ്രം ദ സ്ട്രിക്ട്ലി സയന്റിഫിക് ഔട്ട്ലുക്ക് ഓഫ് ദ റിസർച്ചേഴ്സ് അറ്റ് ദ ടൈം. അപ്പൊ ആ സമയത്ത് റിസർച്ചേഴ്സ് തുടർന്നു പോകേണ്ട സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു രീതി കൂടിയാണ് മാർഗരറ്റ് മീഡ് തന്റെ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത്. മോർ ഓവർ, ഇൻസ്റ്റെഡ് ഓഫ് ഓപ്റ്റിംഗ് ഫോർ എ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി, മാർഗരറ്റ് മീഡ് ഫേർവേർഡ് എ മോർ ക്രോസ് സെക്ഷണൽ അപ്രോച്ച് ഓയിങ് ടു പോസിബിലിറ്റി ഓഫ് ടൈം ആൻഡ് റിസോഴ്സസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റഡീസിനെ കുറിച്ച് കുറെ ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. ഒത്തിരി ആളുകൾ ഡിബേറ്റുകളൊക്കെ നടത്തി അവരുടെ സ്റ്റഡീസിനെ വിമർശിക്കുകയുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇത് ഏറ്റവും നല്ല ഒരു സ്റ്റഡി ആയിട്ട് തന്നെയാണ് ലോകം അംഗീകരിച്ചിട്ടുള്ളത്, മാർഗരറ്റ് മീഡിന്റെ ഈ പുസ്തകം. ഇനി അടുത്തത് അടുത്ത ലെസണിലേക്ക് കടക്കാം. നമുക്ക് അടുത്തത് എം.എൻ. ശ്രീനിവാസൻ, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റും ആന്ത്രപ്പോളജിസ്റ്റുമാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇനി ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു കേസ് സ്റ്റഡിയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നോക്കി പഠിച്ചേക്കുക. ഫസ്റ്റ് മാലിനോസ്കി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ സെക്കൻഡ് കേസ് സ്റ്റഡിയിൽ നിന്ന് മിക്കവാറും ഷോർട്ട് നോട്ട്സേ വരാൻ സാധ്യതയുള്ളൂ. അതുപോലെ ഇവിടെ 8th റിലീജിയൻ ആൻഡ് സൊസൈറ്റി എമംഗ് ദ ഗൂർഖ്സ്, എം.എൻ. ശ്രീനിവാസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസ് സ്റ്റഡിയാണ്. ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വർക്കുകൾ. പ്രൊഫസർ എം.എൻ. ശ്രീനിവാസ് ബുക്ക് റിലീജിയൻ ആൻഡ് സൊസൈറ്റി എമംഗ് ദ ഗൂർഖ്സ് ഓഫ് സൗത്ത് ഇന്ത്യ was a seminal work in the understanding of the Indian society. ഇന്ത്യൻ സൊസൈറ്റിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വളരെ നല്ല സ്റ്റഡിയാണ് ഈ റിലീജിയൻ ആൻഡ് സൊസൈറ്റി എമംഗ് ദ ഗൂർഖ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നുള്ള അദ്ദേഹത്തിന്റെ ബുക്ക്, എം.എൻ. ശ്രീനിവാസന്റെ. It challenged the then prevalent concept of the Indian caste system as perceived by the dominant paradigm of Western anthropologists and brought forth a new intellectual framework for understanding Hindu society under the structural functional school of thought. അപ്പൊ സ്ട്രക്ചറൽ ഫങ്ഷണൽ സ്കൂൾ ഓഫ് തോട്ടെ കൂടി ഹിന്ദു സൊസൈറ്റിനെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു നല്ലൊരു ഫ്രെയിം വർക്ക് തന്നെയാണ് ഈ ബുക്കിൽ കൂടി നമുക്ക് ലഭിക്കുക. ഇറ്റ് റേസ് ടു ക്വസ്റ്റ്യൻസ് ഓൺ നോഷൻ ഓഫ് കാസ്റ്റ് ആസ് സ്റ്റാറ്റിക് ആൻഡ് അൺചേഞ്ചിങ്. അപ്പൊ കാസ്റ്റ് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ളതാണ്, അൺചേഞ്ചിങ് ആണ് എന്നുള്ള ആ ചിന്താഗതിയെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഇതിനെ കൂടി ചെയ്തിരിക്കുന്നത്. അതിന്റെ ബ്രോട്ട് ദ ഒമിനി പ്രസൻസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഇൻ ടു ഫോക്കസ്. അപ്പൊ ഇതിൽ കാസ്റ്റിലും നല്ല ചേഞ്ചസ് വരുന്നുണ്ട്. അതുപോലെ അത് അൺചേഞ്ചിങ് അല്ല, അത് ഡൈനാമിക് ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
Srinivas earned a double doctorate, first from University of Bombay under the mentorship of Professor J.S. Gure, and subsequently from the University of Oxford under the mentorship of Professor A.R. Radcliffe Brown and Professor Evans Pritchard. അപ്പോൾ ഈ വലിയ വലിയ വ്യക്തികളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗൈഡ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും വളരെ മെച്ചമായിട്ടുള്ള, വളരെ വിപുലമായിട്ടും വളരെ നന്നായിട്ടുള്ളതുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു 8 chapters. 8 chapter ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. The first chapter, introductory. The book begins with situating the Gooks in their geographical local vis-a-vis the retrained topography, flora and fauna. Flora and fauna എന്ന് പറഞ്ഞാൽ ജന്തു സസ്യജാലങ്ങളെയാണ് പറയുന്നത്. പോയിന്റിങ് അറ്റ് ഇറ്റ്സ് റിലേറ്റീവ് ഐസൊലേഷൻ ആൻഡ് ദ ഫാക്ട് ദാറ്റ് ഗെയിംസ് ഓഫ് പവർ through history used this relative isolation of their advantage, and though there has been improvement in the ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് റോഡ്സ് അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ വർണ്ണന എന്ന ബുക്കിൽ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കൂർക്ക് മേഖലയുടെ വർണ്ണനകളാണ് ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് പ്രത്യേകം വായിച്ചു നോക്കിയാൽ മതി. സെൽഫ് റീഡിങ് കൊണ്ട് മനസ്സിലാകുന്നതാണ്. ഇനി ചാപ്റ്റർ 2 സോഷ്യൽ സ്ട്രക്ചർ. ദ സെക്കൻഡ് ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ദ സെക്കൻഡ് ചാപ്റ്റർ ഇൻട്രൊഡ്യൂസസ് ദ കൺസെപ്റ്റ് ഓഫ് സാൻസ്ക്രിറ്റൈസേഷൻ, ഹൊറിസോണ്ടൽ സോളിഡാരിറ്റി ആൻഡ് വെർട്ടിക്കൽ സോളിഡാരിറ്റി. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങളാണ് ഒന്ന് സാൻസ്ക്രിറ്റൈസേഷൻ, പിന്നെ ഹൊറിസോണ്ടൽ സോളിഡാരിറ്റി, അതുപോലെ വെർട്ടിക്കൽ സോളിഡാരിറ്റി. ദ ഐഡിയാസ് പ്രൊപ്പൗണ്ടഡ് ഹിയർ ആർ ക്യാരിഡ് ഫോർവേഡ് ത്രൂ ദ റെസ്റ്റ് ഓഫ് ദ ബുക്സ്. അപ്പോൾ ഇതിൽ കൂടി തുടങ്ങി വെച്ച ഐഡിയാസ് മറ്റ് അധ്യായങ്ങളിലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന്. ദ കാസ്റ്റ് സിസ്റ്റം വാസ് ഹിതർടു അണ്ടർസ്റ്റുഡ് ബൈ സ്കോളേഴ്സ് ആൻഡ് ദ വെസ്റ്റേൺ വേൾഡ് ആസ് എ റിലീജിയസ് സാങ്ഷൻഡ് ബ്രാഹ്മണിക്കൽ ഓവർകമ്മിങ് വർണ്ണ സിസ്റ്റം ഓഫ് 5-fold റിജിഡ് അൺചേഞ്ചിങ് ഹൈറാർക്കി. അപ്പോൾ ആദ്യം കാസ്റ്റ് സിസ്റ്റം എങ്ങനെയാണ്, ബ്രാഹ്മിൻസ് ആസ് ദ ഹെഡ്, അത് കഴിഞ്ഞ് അതിന് താഴെയുള്ളത് ക്ഷത്രിയാസ്, അരിസ്റ്റോക്രസി ഓർ ദ വാരിയേഴ്സ്, ആൻഡ് തേർഡ് വൈശ്യാസ് ദ ട്രേഡേഴ്സ്, ദെൻ ശൂദ്രാസ് ദ സെർവൻസ് ആൻഡ് ലേബേഴ്സ്, ആൻഡ് ലാസ്റ്റ്ലി ദ അൺടച്ചബിൾസ്. അങ്ങനെയാണ് വർണ്ണ സിസ്റ്റത്തിൽ, ആ കാസ്റ്റ് സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. ദിസ് ഈസ് ചലഞ്ച്ഡ് ബൈ ദ കൺസെപ്റ്റ് ഓഫ് സാൻസ്ക്രിറ്റൈസേഷൻ. ഈ സിസ്റ്റത്തിനാണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ കൂടി ചലഞ്ച് ചെയ്തത്. ദ ഐഡിയാസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി വിച്ച് വാസ് പോയിന്റഡ് അറ്റ് ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ വാസ് ഫർദർ emphasized through the reality that castes are in practice divided into sub-castes or jadis. അപ്പോൾ ഇതിൽ വീണ്ടും പറയുന്നത് ഐഡിയാസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി കുറിച്ചുകൊണ്ട് ഇവിടെ കാസ്റ്റിനെ 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാസ്റ്റ് ഓർ സബ് കാസ്റ്റസ് ഓർ ജാതീസ് അതുപോലെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഈസ് വെരി സ്മോൾ എൻഡോഗമസ് ഗ്രൂപ്പ് പ്രാക്ടീസിങ് എ ട്രഡീഷണൽ ഓക്കുപ്പേഷൻ ആൻഡ് എൻജോയിങ് എ സർട്ടൻ എമൗണ്ട് ഓഫ് കൾച്ചറൽ റിച്വൽ ആൻഡ് ജുഡീഷ്യൽ ഓട്ടോണമി. അപ്പൊ ഈ ജാതീസിന് അല്ലെങ്കിൽ സ്റ്റാറ്റസ് കാസ്റ്റസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ട്രഡീഷണൽ ഓക്കുപ്പേഷൻസ്, അതുപോലെ അവരുടെ കൾച്ചറൽ റിച്വൽ ആൻഡ് ജുഡീഷ്യൽ ഓട്ടോണമി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലിംഗ്വിസ്റ്റിക് റീജിയൻ. ഈച്ച് ജാതി ഐഡന്റിഫൈസ് വിത്ത് എ ബ്രോഡ് സ്കെയിൽ ഓഫ് ഹൈറാർക്കി ത്രൂ ദ caste categories of the Varna system. This helps them define their own identity as well as the hierarchy of social groups from other regions. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വളരെ നന്നായിട്ട് പഠിക്കുക. അതുപോലെ ആ സെക്കൻഡ് അദ്ദേഹത്തിന്റെ വേറെ സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ളത് കാസ്റ്റില് വെർട്ടിക്കൽ മൊബിലൈസേഷൻ സംഭവിക്കുന്ന ഒരു പ്രക്രിയനെയാണ് സാൻസ്ക്രിറ്റൈസേഷൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരേ കാസ്റ്റിലുള്ളവർ തന്നെ അവര് താഴ്ന്ന ജാതിക്കാരാണെങ്കിലും മുന്തിയ ജാതിക്കാരുടെ പ്രവർത്തികളും സ്വഭാവ വിശിഷ്ടതകളും അവരുടെ ജീവിത രീതികളും ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതേപോലെയായി പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെ മുതിർന്ന ജാതിക്കാരെ പോലെ തന്നെ കണക്കാക്കുക എന്നുള്ള ഒരു ചിന്താഗതി. അതാണ് സാൻസ്ക്രിറ്റൈസേഷനിൽ കൂടി അദ്ദേഹം വെളിവാക്കുന്നത്. അപ്പൊ സാൻസ്ക്രിറ്റൈസേഷൻ, അതുപോലെ വെർട്ടിക്കൽ മൊബിലൈസേഷൻ, ഹൊറിസോണ്ടൽ മൊബിലൈസേഷൻ, ഇതൊക്കെ ഗൂർഖ് സൊസൈറ്റിയുടെ ഇടയിലുണ്ടായ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനി അടുത്തത് ചാപ്റ്റർ 3 and 4, ദ റിച്വൽ ഇഡിയംസ് ഓഫ് ഗൂർഖ്സ്, ദ റിച്വൽ കോംപ്ലക്സ് ഓഫ് മംഗൾ ആൻഡ് കൺസെപ്റ്റ്സ് ഓഫ് പോൾ ആൻഡ് മടി.
ഇവിടെ ആ റിച്വൽസിന്റെ യൂസേജസും അതിന്റെ പ്രത്യേകതകളും മംഗളകാര്യങ്ങളും ഓരോ ഓസ്പീഷ്യസ് സമയത്ത് ഇൻഓസ്പീഷ്യസ് സമയത്തൊക്കെ എങ്ങനെയെല്ലാം യൂസ് ചെയ്യണത്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ ഈ ചാപ്റ്ററുകളിൽ വിശദീകരിച്ചിട്ടുള്ളത്. ചാപ്റ്റർ 4 എലാബറേറ്റ്സ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് റിച്വൽ പ്യൂരിറ്റി ഓഫ് മഡി ആൻഡ് റിച്വൽ ഇംപ്യൂരിറ്റി പൊല്യൂഷൻ ഓർ പോൾ. അപ്പൊ അശുദ്ധ അശുദ്ധതയെ കുറിച്ചും രീതികളെ കുറിച്ചും ഒക്കെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഇനി ചാപ്റ്റർ 5 ദ കൾട്ട് ഓഫ് ദ ഒക്ക, അത് ഇമ്പോർട്ടന്റ് ആണ്. ദ ഒക്ക ഓർ ദ പാട്രിലീനിയൽ ആൻഡ് പാട്രിലോക്കൽ ജോയിന്റ് ഫാമിലി ഈസ് ദ ബേസിക് ഗ്രൂപ്പ് എമംഗ് കൂർഗ്സ്. കൂർഗ്സിന്റെ ഇടയിലുള്ള ബേസിക് ഗ്രൂപ്പ് ജോയിന്റ് ഫാമിലിയാണ്. അത് പാട്രിലീനിയൽ ആൻഡ് പാട്രിലോക്കൽ ആണ്. അതിനെയാണ് ഒക്ക എന്ന് പറയുന്നത്. മെമ്പർഷിപ്പ് ഓഫ് ആൻ ഒക്ക ഈസ് അക്വേർഡ് ബൈ ബർത്ത്. ഇത് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ്. അതായത് മെമ്പർഷിപ്പ് ഓഫ് ആൻ ഒക്ക ഈസ് അക്വേർഡ് ബൈ ബർത്ത്. ബൈ ബർത്തിൽ കൂടിയാണ് ഒക്കയിലെ മെമ്പർഷിപ്പ് ലഭിക്കുക. ആൻഡ് ദ ഔട്ട്സൈഡ് വേൾഡ് ഓൾവേസ് ഐഡന്റിഫൈസ് എ മാൻ വിത്ത് ഈസ് ഒക്ക. ആൻഡ് ദ ഔട്ട്സൈഡ് വേൾഡ് ഓൾവേസ്, അത് അവിടെയുള്ള ഓരോ ആളുകളും ഏതെങ്കിലും ഒരു ഒക്കയായിട്ട് ബന്ധപ്പെട്ടാണ് അവരെ അറിയപ്പെടുന്നത്. പീപ്പിൾ ഹു ഡു നോട്ട് ബിലോങ് ടു ആൻ ഒക്ക ഹാവ് നോ സോഷ്യൽ എക്സിസ്റ്റൻസ്. അപ്പൊ ആരെങ്കിലും ഒക്കയിൽ ഇല്ലാത്ത ആളുകൾക്ക് എക്സിസ്റ്റൻസും ഇല്ല, നിലനിൽപ്പും ഇല്ല. അപ്പൊ ഓരോ മെമ്പറും അവിടെയുള്ള ഓരോ മെമ്പറും ആ പാട്രിലോക്കൽ അല്ലെങ്കിൽ പാട്രിലീനിയൽ ഫാമിലിയിലെ ഒരു മെമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ മെമ്പർഷിപ്പ് ഓഫ് ആൻ ഒക്ക ഈസ് അക്വേർഡ് ബൈ ബർത്ത്. അപ്പൊ അവിടെ ജീവിക്കുന്നുണ്ടോ, എക്സിസ്റ്റൻസ് ഉണ്ടോ, അവരൊരു ഒക്ക മെമ്പർ ആയിരിക്കുന്നത്. ഇഫ് എ ചൈൽഡ് ഈസ് ബോൺ ഔട്ട്സൈഡ് ഓഫ് എ വെഡ്ലോക്ക്, ദ എൽഡേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി എൻകറേജസ് ദ മെമ്പർഷിപ്പ് ഓഫ് ദ ചൈൽഡ് ഇൻ ഐദർ ദ ഫാദർ ഓർ ദ മദേഴ്സ് ഒക്ക. അപ്പൊ ഒരു ഔട്ട്സൈഡ് ഓഫ് എ വെഡ്ലോക്കിൽ കൂടി ജനിക്കുന്ന കുട്ടിയാണെങ്കിൽ അതിന് അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ആരുടെയെങ്കിലും ഒരു ഒക്കയിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കും. അങ്ങനെ അവരും അതിലെ ഒരു അംഗമായിട്ട് മാറും. ബാക്കി അതിലുള്ളത് തന്നെ വായിച്ചെടുക്കുക. ഇനി ചാപ്റ്റർ 6 ദ കൾട്സ് ഓഫ് ദ ലാർജർ സോഷ്യൽ യൂണിറ്റ്സ്. ദ വില്ലേജ് ഡെയിറ്റി ഹാസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ദ സോഷ്യൽ ലൈഫ് ഓഫ് ദ കൂർഗ്. കൂർഗിന്റെ സോഷ്യൽ ലൈഫിൽ വില്ലേജ് ഡെയിറ്റിക്ക്, ആ ദേവതകൾക്കൊക്കെ ഓരോ വില്ലേജിനും ഒരു ദേവതകൾ അല്ലെങ്കിൽ ഒരു ആരാധനാ മൂർത്തികൾ ഉണ്ടാവും. അവര് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓരോ വില്ലേജിനും. In spite of being referred to as a village deity, the deity in question might be combined deity of more than one village. The temples of these deities are simple and less ornate as compared to the Hindu temples, and the priest of the village deity may or may not be a Brahmin. ഇപ്പൊ ബ്രാഹ്മണാകാം അല്ലെങ്കിൽ ബ്രാഹ്മണ അല്ലാത്ത ആളുകൾ ഇതുപോലെ ഡെയിറ്റി ആയിട്ട് മാറാറുണ്ട്. There are times when the temple of the village deity might also consist of an outer sanctum of deities belonging to the lower caste. Thus, the religious pantheon is also representative of the social റിയാലിറ്റി ഓഫ് കാസ്റ്റസ്. അപ്പൊ ദ റിലീജിയസ് മതപരമായിട്ടുള്ള ക്രിയകൾ നടക്കുന്ന സ്ഥലങ്ങൾ, ആ ദേവാലയങ്ങൾ എന്ന് പറയുന്നത് പല ജാതിക്കാരുടെ സോഷ്യൽ റിയാലിറ്റി ഓഫ് കാസ്റ്റസ് ആണ് അവിടെ ഒത്തുകൂടുന്നതല്ല. അപ്പൊ അത് നോക്കുക. പിന്നെ അടുത്ത ചാപ്റ്റർ 7 ഹിന്ദുയിസം ആൻഡ് ചാപ്റ്റർ 8 റിലീജിയൻ ആൻഡ് സൊസൈറ്റി ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ചാപ്റ്റർ 8 റിലീജിയൻ ആൻഡ് സൊസൈറ്റി സം ഓഫ് ദ ബുക്ക് ബൈ reiterating the Coorg social life and the significance of ritual in its every nook and corner, and the myths and folklore that continuously Sanskritized the local deities into the Hindu pantheon. The book, however, has a bit of an abrupt end. ഇതാണ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പ്രത്യേകത. ഇനി ഇവിടെ 6-7 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം പഠിച്ചേക്കുക ഈ ചാപ്റ്ററിൽ. അപ്പൊ ദിസ് ബുക്ക് ബ്രിങ്സ് ഔട്ട് ദ റിയാലിറ്റി ഓഫ് ഹൗ ഡീപ്ലി റിലീജിയൻ ഇസ് ഇന്റർവീൻഡ് വിത്തിൻ ദ കൂർഗ് സോഷ്യൽ ലൈഫ്. കൂർഗ് സോഷ്യൽ ലൈഫിൽ റിലീജിയന്റെ പ്രത്യേക സ്ഥാനം എന്താണെന്നാണ് ഈ ബുക്ക് കൂടി മനസ്സിലാവണം. വിത്ത് കൂർഗ് ആസ് ദ ഫോക്കസ് ഓഫ് ദ എത്തനോഗ്രഫി, ദ ബുക്ക് ബിൽഡ്സ് ഓഫ് ദ സ്ട്രക്ചറൽ ഫങ്ഷണൽ റിയാലിറ്റി ഓഫ് ഹൊറിസോണ്ടൽ സോളിഡാരിറ്റി ആൻഡ് ദ വെർട്ടിക്കൽ സോളിഡാരിറ്റി. ഇറ്റ് ടേക്സ് എ റെട്രോസ്പെക്റ്റീവ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് to bring forth the ideas of social change and Sanskritization, which the book elucidates is a continuous process. There are times that some part of the book are
repetitive, but it is essential to create a common bridge between what was placed in different chapters, leading to a great elaboration of the same idea in another chapter. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ചിലയിടത്തൊക്കെ കാര്യങ്ങൾ ക്രമം തെറ്റി വന്നതായിട്ട് തോന്നും, എന്നാലും വീണ്ടും അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്. In this, the book continuously keeps referring to what has been said in order to bring things into context and remains a must-read towards understanding a thorough descriptive ethnography. ഇനി ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ളതിൻ്റെ ആൻസേഴ്സ് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. അപ്പൊ ആദ്യത്തേൽ ദ കീ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ചാപ്റ്റർ 2 എന്തൊക്കെയായിരുന്നു എന്നാണ്. അപ്പൊ ദേ ആർ first horizontal solidarity, then vertical solidarity and Sanskritization and social change. ഇത്തരം കാര്യങ്ങളാണ് ചാപ്റ്റർ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? ദേ ആർ ഹൊറിസോണ്ടൽ സോളിഡാരിറ്റി, വെർട്ടിക്കൽ സോളിഡാരിറ്റി, സാൻസ്ക്രിറ്റൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. പിന്നെ അടുത്തത് ഒക്കെ എന്താണെന്ന് ഇവിടെ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ള പ്രോസസ്സ് എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദ പ്രോസസ് ഓഫ് സാൻസ്ക്രിറ്റൈസേഷൻ ഹാസ് കണ്ടിന്യൂഡ് ടു എൻട്രൻസ് ഔട്ട്ലൈൻ ഗ്രൂപ്പ് ഇൻ ടു ദ ഫോഴ്സ് ഓഫ് ഹിന്ദുയിസം ത്രൂ ദ സാൻസ്ക്രിറ്റിക് ഡൈറ്റീസ് assuming different forms in their travels all over India, as well as local deities assuming Sanskritic labels and forms. This leads to the